നമസ്കാരം. മലയാളി വാർത്ത ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ക്യാപ്റ്റൻ ജോയ്. സമകാലീന വിഷയങ്ങൾ വേറൊരു കാഴ്ചപ്പാടിലൂടെയായിരിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ചാനൽ മുഴുവൻ കേട്ട് കഴിഞ്ഞാലേ സംഗതിയുടെ ഗുട്ടൻസ് പിടികിട്ടുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തെപ്പറ്റി ഒരു വാർത്ത ഇട്ടിരുന്നു. യുദ്ധകാഹളം സ്റ്റണ്ടാണോ അതേ ചായക്കോപ്പയിലെ കുമ്പളയാണോ? ഇന്നിപ്പോൾ യുദ്ധം തീർന്നിരിക്കുന്നു. അതിനെപ്പറ്റി ഇനിയിപ്പം നമുക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് സംസാരിക്കാൻ പറ്റും. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടെ വിശദീകരിച്ച് ഇന്ന് സംസാരിക്കാം. പെട്ടെന്ന് യുദ്ധം തീർന്നപ്പോൾ ഈ പടപ്പുറപ്പാട് ഒരു സ്റ്റണ്ടാണെന്ന് തന്നെ നമുക്ക് പറയാം. 2019 പുൽവാമയിൽ CRPF ജവാന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് ബോംബ് വെച്ച് 40-40 ജവാന്മാർ മരിച്ചുപോയി. അതിന് പ്രതികാരമായിട്ട് നമ്മൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലുള്ള ചില തീവ്രവാദി കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തു. ഇതുപോലുള്ള യാതൊരു കോലാഹലവും അന്നില്ലായിരുന്നു. ജസ്റ്റ് one night they conduct the raid and destroyed. That was the end. ഇപ്പോഴത്തെ തിരിച്ചടിയിൽ എത്ര തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതിന് യഥാർത്ഥമായിട്ടൊരു കണക്കുമില്ല. ഒരു തീവ്രവാദി പോലും കൊല്ലപ്പെടാനുള്ള സാധ്യതയില്ല. കാരണം അവർ 15 ദിവസത്തെ ഗ്യാപ്പ് കിട്ടി. അവർ ഏപ്രിൽ 22-ാം തീയതി വിനോദസഞ്ചാരികളെ കൊല്ലുന്നു. നമ്മൾ മെയ് 2-ാം വാരത്തിൽ 7-ാം തീയതിയാണ് ഈ ആക്രമണം നടത്തുന്നത്, പ്രത്യാക്രമണം. ഏത് തീവ്രവാദി അവരുടെ ക്യാമ്പിൽ നീക്കി? അവർക്ക് തീർച്ചയായിട്ടും ഇപ്രാവശ്യം അറിയായിരുന്നു ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് അവരുടെ ക്യാമ്പിലോട്ട്. പിന്നെ കഴിഞ്ഞ തവണ ചെയ്തു. അപ്പോൾ സർപ്രൈസ് പോയി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഏറ്റവും അത്യാവശ്യം സർപ്രൈസാണ്. അതായത് ദി എനിമി ഷുഡ് ബി കോട്ട് ഓഫ് ഗാർഡ്. അതിപ്രാവശ്യം നഷ്ടപ്പെട്ടു. ഇന്ത്യ ഭയങ്കര പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ജവാന്മാർ ലീവിൽ പോയവരൊക്കെ തിരിച്ചു വിളിക്കുന്നു. പാരാമിലിറ്ററി ഫോഴ്സസിനെ എല്ലാം ജാഗ്രതയാക്കുന്നു. അവരുടെ ലീവ് പോലും ക്യാൻസൽ ചെയ്യുന്നു. എന്തിനേറെ ടെറിട്ടോറിയൽ ആർമിയെ പോലും വിളിച്ചു. ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു. ഒരു 4-5 മാസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന്റെ തയ്യാറെടുപ്പാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ 72 hours കൊണ്ട് നിർത്തുന്നതല്ല. ഇത് നീണ്ട ഒരു യുദ്ധത്തിന് നമ്മൾ തയ്യാറല്ലായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. നമ്മൾ തീവ്രവാദ ക്യാമ്പുകൾ മാത്രമേ ആക്രമിക്കുകയുള്ളൂ, അല്ലാതെ പാകിസ്ഥാന്റെ വേറെ സ്ഥലങ്ങളൊന്നും ആക്രമിക്കുകയില്ല എന്നും പറയുന്നു. അങ്ങനെയുള്ളവർക്ക് ഇത്ര തയ്യാറെടുപ്പ് എന്തിനാ? ആയിരക്കണക്കിന് കോടി രൂപ ആണ് ഇതിനു വേണ്ടി ചെലവിട്ടത്. ഈ മൊബിലൈസേഷന് ഉള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളും എല്ലാം അടച്ചുപൂട്ടി, വിമാനത്താവളങ്ങൾ അടച്ചു, വിമാന സർവീസുകൾ റദ്ദാക്കി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അവിടെ ഈ തീവ്രവാദികൾ വിനോദസഞ്ചാരികളെ കൊന്നു കഴിഞ്ഞതിൻ്റെ വിത്തിൻ 12 hours പ്രത്യാക്രമണം നടത്തണമായിരുന്നു. അതായത് ഇന്ന് പകല് തീവ്രവാദികൾ ആക്രമിക്കുന്നു, ഇന്ന് രാത്രി, നാളെ നേരം വെളുക്കുന്നതിനൊപ്പം തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിച്ചിരുന്നെങ്കിൽ ആയിരക്കണക്കിന് തീവ്രവാദികളെ കിട്ടുമായിരുന്നു. അവരെ ശാമ്പലാക്കാമായിരുന്നു. അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രത്യാക്രമണം നടത്തിയാൽ കുറെ കെട്ടിടങ്ങൾ തകരും. അല്ലാതെ എന്താ കിട്ടുന്നത്? നിരപരാധികളായിട്ട് ആരെങ്കിലും അവിടെ അതിൻ്റെ പരിസരത്തുണ്ടെങ്കിൽ അവർ കൊല്ലം. ഒരു പൈലറ്റിനെ പോലും തിരിച്ചു വിളിച്ചു. അത്ര ഷോർട്ടേജ് ഉണ്ട് ഇന്ത്യയിൽ എയർഫോഴ്സ് പൈലറ്റുമാർ. സ്പേസ് റിസർച്ചിന് പോകേണ്ട ഒരു പൈലറ്റിനെ അവിടുന്ന് തിരിച്ചു വിളിച്ചു. അതായത് ഈ ട്രംപ് ഘോഷിച്ചത് ഒരു ലോകമഹായുദ്ധത്തിൻ്റെ കാവളമായിരുന്നു. അപ്പം അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിട്ടിക്കൽ പ്രശ്നം. രാജ്യമെമ്പാടും മോക്ക് ഡ്രിൽ നടത്തി, ബ്ലാക്ക് ഔട്ടുകൾ ചെയ്തു,
ഇതൊക്കെ രണ്ടാം ലോകമഹായുദ്ധത്തിനും കഴിഞ്ഞ നൂറ്റാണ്ടിലെ യുദ്ധതന്ത്രങ്ങളാണ്. ഈ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നതിൽ ഇന്നത്തെ കാലത്തെ യുദ്ധത്തിൽ ഒരു മീനിങ് ഇല്ല. ഇറ്റ്സ് എ സെൻസ്ലെസ്. ഇപ്പൊ ഇറാഖിന്റെ മുകളിൽ കൂടെ ഇസ്രായേലിലേക്ക് മിസൈൽ വിട്ടത് അവിടുത്തെ രാത്രിയോ പകലോ നോക്കിയിട്ടാണ്. ഇന്നത്തെ ആയുധങ്ങളെല്ലാം മിസൈല്, റോക്കറ്റ്, ബോംബുകൾ, ഇതെല്ലാം GPS ആൻഡ് ജിയോ കോർഡിനേറ്റ്സ് വെച്ച് കമ്പ്യൂട്ടർ ഫീഡ് ചെയ്തിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഗൈഡഡ് ആണ് അതെല്ലാം. അപ്പൊ അങ്ങനെ ഒരു ടാർഗറ്റിലോട്ട് മിസൈൽ അയക്കണമെങ്കിൽ അതിന് കാണേണ്ട ആവശ്യമില്ല. പകലാണോ രാത്രിയാണോ എന്നുള്ളത് പ്രശ്നമല്ല, ലൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലേലും. അപ്പൊ ഇതൊക്കെ ഒരു ഒരു വാർ ഹിസ്റ്റീരിയ രാജ്യത്തുണ്ടാക്കാൻ വേണ്ടിയാണ്. വാർ ഹിസ്റ്റീരിയ, അതായത് ഒരു ഫിയർ ആൻഡ് ആങ്സൈറ്റി ജനങ്ങളുടെ ഇടയിൽ. കാരണം ഇത് ഓർത്തിരിക്കണ അടുത്ത ഇലക്ഷൻ വരെ, 2029 വരെ. പിന്നെ മോദി 75 വയസ്സാകുമ്പോൾ മിക്കവാറും ഭരണത്തിൽ നിന്ന് ഒഴിയും. അപ്പം അതിനു മുമ്പുള്ള ഒരു പാർട്ടിങ് ഗിഫ്റ്റ് എന്ന് വേണേൽ പറയാം. മോദി വാക്ക് പറഞ്ഞ പാലിക്കും. നമ്മുടെ പിണറായിയുടെ കണക്കല്ല. പിണറായിക്ക് വേണ്ടി മാത്രം നിയമമൊന്ന് മാറ്റിയെഴുതുക പാർട്ടിയിൽ, ബാക്കി എല്ലാവർക്കും 75 കഴിഞ്ഞാൽ തുടരാൻ പറ്റത്തില്ല. അങ്ങനെ മോദി 75 വരെ തീരുമാനിച്ചാണെങ്കിൽ അത് ഒഴിഞ്ഞിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നാണ് പറയുന്നത് വിനോദസഞ്ചാര കേന്ദ്രം എവിടെയെങ്കിലും തീവ്രവാദികൾ ആക്രമിക്കുന്നു. അങ്ങനെയാണ് മോദി കാശ്മീർ സന്ദർശിക്കാനിരുന്ന് മാറ്റിവെച്ചതെന്നാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഖർഗെ പറഞ്ഞിരിക്കുന്നത്. അതിൽ വാസ്തവം കാണും. പുൽവാമയിൽ അന്ന് ആക്രമണം നടന്നപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അതാണ് അവിടുത്തെ ഗവർണർ പറയുന്നത്, പട്ടാളക്കാരെ ബൈ റോഡ് വിടരുതെന്ന്. എന്നിട്ട് ബൈ റോഡ് വിട്ടു. ആക്രമണം നടക്കണം. ഇന്ത്യയിലല്ല, ലോകത്തെല്ലായിടത്തും മിക്ക വലിയ ആക്രമണങ്ങളെല്ലാം മുൻകൂട്ടി അറിവ് വേണ്ട തക്കതായ ഗവൺമെന്റിന് കിട്ടിയിരുന്നു. ഇപ്പം അമേരിക്കയിലെ ട്രേഡ് സെന്റർ വിമാനം ഉപയോഗിച്ച് തകർത്ത് 9/11, അതിനെപ്പറ്റി അമേരിക്കൻ ഇന്റലിജൻസിന് അറിയാമായിരുന്നെന്നാണ് പറയുന്നത്. നമ്മുടെ ബോംബെ ആക്രമണം, പുൽവാമ ആക്രമണം, പാർലമെന്റ് ആക്രമണം, ഇതും അറിയാമായിരുന്നു. ഇനി ഇസ്രായേലിലേക്ക് 2023 ഹാമാസ് കടന്നു കയറി 10,000 പേരെ കൊല്ലുന്നു, 500 പേരെ പിടിച്ചോണ്ട് പോകുന്നു. ഇതും അറിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇസ്രായേലിനെ പോലുള്ളൊരു രാജ്യത്ത് അത്രയും സീക്രട്ട് സർവീസ് ഇന്ത്യൻസ് ഉള്ളിടത്ത് ആയിരക്കണക്കിന് പേരെ കടന്നു കയറി കൊന്നിട്ട് പോകാൻ പറ്റത്തില്ല. സോ ഇറ്റ് വാസ് ഓൾസോ നോൺ. അപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്ക്, തന്ത്രന്മാർക്ക് അവരുടേതായ അജണ്ടാസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം. സാധാരണക്കാരെ ഇങ്ങനെ അവര് പലതും പറഞ്ഞിങ്ങനെ രസിച്ചുകൊണ്ട്. ഇനി വെടിനിർത്തലിന് മൂന്നാമതൊരു കക്ഷികളുടെ ഇടപെടലില്ല എന്ന് പറയുന്നു. മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടലില്ല എന്ന് പറയുന്നു. പക്ഷേ ആദ്യം വെടിനിർത്തൽ അനൗൺസ് ചെയ്തത് ഇന്ന് അമേരിക്കയാണ്. അമേരിക്കയിലെ ട്രംപ് മിനിഞ്ഞാന്നേ പറഞ്ഞു, ടിറ്റ് ഫോർ ടാറ്റ് നടന്നു. ഇങ്ങോട്ടൊന്ന് കിട്ടി, അങ്ങോട്ടൊന്ന് കൊടുത്തു. ഇനി നിർത്തേണ്ട സമയമായിരുന്നു. ഇറാനിലെയും സൗദി അറേബ്യയിലെയും വിദേശകാര്യമന്ത്രിമാർ ഇന്ത്യയിൽ വന്ന് പ്ലീഡ് ചെയ്യുകയാണ്, നിർത്തണമെന്ന്. അപ്പം ഇവരെ കൊണ്ടൊക്കെ നിർത്തണമെന്ന് പറയിക്കാൻ വേണ്ടിയായിരിക്കും ഇത്രയും ഇവിടെ ഒരു സന്നാഹങ്ങൾ ഒരുക്കിയത്. എങ്ങനെയായാലും നിന്നു. ഉദ്ദേശഫലം കണ്ടോ? ഇല്ല. പാകിസ്ഥാന് കിട്ടി ഗുണം. IMF-കാർ കുറേ ലോൺ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് ഇത്രയും കാലം വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇത് വന്നപാടെ അത് അവർ കൊടുക്കാമെന്ന് പറഞ്ഞു, 500 കോടി രൂപ. അതാണ് പാകിസ്ഥാൻ്റെ ഒറ്റപ്പെടൽ. അപ്പോൾ പാകിസ്ഥാനാണ് ഗുണം കിട്ടിയത്. ഇന്ത്യക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടവും. പുലി പോലെ വന്ന മോദി പൂച്ച പോലെ ആയിപ്പോയി. സിംഹം അമേരിക്കയും സൗദി അറേബ്യയും ഇറാൻ, ഈ 3 സിംഹങ്ങളുടെ മുമ്പിൽ മോദി പൂച്ചയായി. അതുകൊണ്ട് ഇനിയും തീവ്രവാദി ആക്രമണങ്ങൾ നടക്കും. കഴിഞ്ഞ 75 കൊല്ലമായിട്ട് ഇതിന് മുമ്പും നടന്നിട്ടുണ്ട്. അന്നേരമൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പം പല രാജ്യങ്ങളും ഇടപെട്ട് സന്ധി സംഭാഷണം നടത്തി
അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്, യുദ്ധത്തിലേക്കൊക്കെ പോകാതെ. ഇപ്പോഴും അത് തന്നെ നടന്നു, ഇനിയും അങ്ങനെ തന്നെ നടക്കും. താങ്ക് യു, ധന്യവാദ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇത് വേറൊരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും ഞാൻ കാര്യങ്ങൾ പറയുന്നത്.